സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ആയുഷ് ഹെൽത്തി കേരള സന്ദേശ പ്രചരണ യാത്ര കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ആരോഗ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ചേർന്ന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ആയുഷ് ഹെൽത്തി കേരള സന്ദേശ പ്രചാരണ യാത്ര കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ചു. ആയുഷിലെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ ഹോമിയോപ്പതി ശ്രമിക്കുന്നത് ആരോഗ്യകരമായ ജീവിത ശൈലികളെക്കുറിച്ച് അറിവ് പകരുവാനാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണരീതി, മതിയായ ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം നിരവധി രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ചിട്ടയില്ലാത്ത ജീവിത രീതികൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ മോശം ഫലങ്ങളാണ് ഉളവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെയും സമഗ്രമായി പഠിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ആവശ്യം. പ്രകൃതിദത്ത വൈദ്യശാസ്ത്രമായ ഹോമിയോപ്പതി ഓരോ വ്യക്തിയെയും ശ്രദ്ധയോടെ പരിചരിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ്. നല്ല ഭക്ഷണം, ചിട്ടയായ ജീവിത രീതി, മതിയായ ഉറക്കം, പിരിമുറക്കമില്ലാത്ത മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഈ പ്രചാരണ പരിപാടിയുടെ അടിസ്ഥാന ലക്ഷ്യം. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ആരോഗ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിൽ ക്രിസ്ത്യൻ മിഷനറി മാർ നൽകിയ സംഭാവന ഏറെ വലുതാണ്. പിന്നീട് കേരളം രൂപം കൊണ്ടപ്പോൾ എന്തായിരിക്കണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാരാണ് 1957 EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. അന്ന് AR മേനോനെ പോലുള്ള പ്രഗത്ഭരായ മന്ത്രിമാർ ആ മന്ത്രിസഭയിലുണ്ടായത്. ജസ്റ്റിസ് കൃഷ്ണദേവരും ജോസഫ് മുണ്ടശ്ശേരി ഭാഷമൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായിരുന്നു. അവരൊക്കെ നേതൃത്വം കൊടുത്ത ആദ്യ മന്ത്രിസഭ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഗവൺമെൻറ് തന്നെ ഇന്ന് കാണുന്ന കേരളത്തിന് തുടക്കം കുറിക്കാൻ അടിത്തറ പാകാൻ സാധിച്ചു എന്നതിൽ ഇന്നത്തെ തലമുറ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇതുവഴി കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചകൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതെന്താ ഭ്രാന്താലയമാണോ എന്നാണ്. അഭിമാനത്തോടെ ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ലോക പ്രശസ്തനായ ഡോക്ടർ അമർത്യ സെൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, കേരളം ലോകത്തിന് മാതൃകയാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ DMO ഡോക്ടർ രേഷ്മ AK അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകല P സ്വാഗതവും ജില്ലാ ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി വിനോദ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി നടന്നുവരുന്ന ആയുഷ്മാൻ ഭവ പുനർജനി സീതാലയം, സദ്ഗമിയ എന്നീ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഹോമിയോ വകുപ്പിന്റെ എല്ലാ ആയുഷ് വെൽനസ് സെന്ററുകളിലും സൗജന്യ യോഗ പരിശീലനം ലഭിക്കുന്നതാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഫെബ്രുവരി 28 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.